നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗന്റെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ, എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത്? ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്റെ കല്യാണം മുടക്കണം. ഈടായിട്ട് തരാൻ എന്റെ ഒന്നുമില്ല. അതൊന്നും നടക്കില്ല. അമ്മായേശൻ ഇപ്പോഴും പുച്ഛൻ തന്നെയാ, സ്ഥായിയായ ഭാവം. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അമ്മ കൊടുത്ത പണം മുഴുവനും തൊലച്ചെന്നാ തോന്നുന്നത്. സ്വന്തം കൂത്താടലിന് തന്നെ വേണമല്ലോ അവന് ലക്ഷങ്ങള്. പിന്നെങ്ങനെ ബിസിനസ് നടത്തുക? നശിപ്പിക്കാൻ പറഞ്ഞൊരു ജന്മം. തൽക്കാലം ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടിയ ബിസിനസ് പ്രൊസീഡ് ചെയ്യാം. 5 ലക്ഷമോ? മുതലും പലിശയൊക്കെ ഞാൻ കൃത്യമായി മടക്കി തരാം. ഒന്നുമില്ലേലും മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനല്ലേ ഞാൻ. അയാളത് കേക്കണ്ട, ഇവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. എന്റെ പൊന്നു ചേട്ടാ, വസ്തു ആഭരണങ്ങളോ ഒന്നും ഗ്യാരണ്ടി വെക്കാനില്ല. ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് തരാം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഇവനെ സഹായിക്കുന്നവന്റെ അധോഗതി എന്നെ. ഹലോ ഹലോ. കട്ടാക്കി. അവൻ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. കുറുപ്പിന്റെ മരുമകനാന്ന് പറയുന്ന പോലെ എനിക്ക് പാരയാ. എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഹരിത ഫർണിച്ചേഴ്സിൽ നിന്ന് ഫർണിച്ചറൊന്നും വിപണിയിൽ ഇറങ്ങി കണ്ടില്ലല്ലോ. എന്താ, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർത്തിയോ? എടാ, വെറുതെ രാവിലെ ചൊറിയാൻ വരല്ലേ. ഡാ, നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. കഴിയുമെങ്കിൽ പരിഹരിക്കാൻ ഞാൻ സഹായിക്കാം. കമ്പനി സെറ്റിൽ ചെയ്തപ്പോ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തീർന്നു. കുറച്ച് പണം കൂടി ഉണ്ടെങ്കിലേ ബിസിനസ് മുന്നോട്ട് നീങ്ങൂ. എടാ, ഞങ്ങൾ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട പണം നീ തന്ത്രപൂർവം തട്ടിയെടുത്തു. ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മറികടന്നുകൊണ്ടാ നീ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെതായ അനിഷ്ടങ്ങൾ കാണാനുണ്ട്. എന്തായാലും സ്വന്തം അനിയനായി പോയില്ലേ. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. തരാടോ. എന്റെ പക്കൽ ഒരാളുണ്ട്. പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവനാ. വലിയ കുഴപ്പക്കാരനൊന്നല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഏതാ കക്ഷി? ഖാദർന്ന് അയാളുടെ പേര്. വലിയ വലിയ കമ്പനികൾക്ക് മാത്രം കടം കൊടുക്കുന്നയാളാ. ഒരു പ്രൊഫഷണൽ ബാങ്കർ. എന്താ, അയാളെ കാണാൻ താല്പര്യമുണ്ടോ നിനക്ക്? ഉണ്ട്. എത്രയും പെട്ടെന്ന് ഏട്ടൻ അയാളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ആയിക്കോട്ടെ. അയാളെ കണ്ടാല് ഒരു കൂതറ ലുക്ക് തോന്നുമെങ്കിലും മാന്യമായ ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാ. നിന്റെ ഇടപെടലും മാന്യമായിട്ടിരിക്കണം. അല്ലെങ്കിൽ അയാളെ കൂതറ പരിപാടികളെ പുറത്തെടുക്കും. എന്റെ ഡീലിങ്സ് അല്ലേ, എല്ലാം വളരെ മാന്യമായിരിക്കും. നിന്റെ ഡീലിംഗ് ആയതുകൊണ്ടാ ഒരു പേടി. ഏട്ടൻ വല്ലതും പറഞ്ഞോ? ഹേയ്, ഇല്ല. അല്ല, ഈ ഖാദറിനെ മീറ്റ് ചെയ്യുന്നത് എപ്പോഴാ എവിടെ വെച്ചാ എന്ന് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഉമ്മ വെച്ച് കവളം ചീത്തി. മനോജേ, നീ പെട്ടടാ. ഇനി ഞാൻ നിനക്കൊരു കെണി ഒരുക്കി വച്ചിരിക്കും. അതില് നീ പെടും. പുറത്തിറങ്ങാൻ പറ്റാതെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെ. എന്റെ ഭാര്യ വന്ദനെ ഇപ്പൊ കണ്ട എന്തോ ഒരു പ്രത്യേകതയുണ്ട്.
പാവം. താലി മറയ്ക്കാൻ അവള് പാടുപെടുക. അവളുടെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടിയെന്ന് അവൾക്ക് അറിയില്ലല്ലോ. താലി ഞാൻ കണ്ടോന്നുള്ള ടെൻഷനാ പാവത്തിന്. അല്ല, എന്താ വന്ദനയുടെ പ്രശ്നം? എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. കഴുത്തിലൊരു താലി വേണ്ടതാണ് പ്രശ്നമെന്ന് ജഗനോട് പറയണോ? വേണ്ട, തൽക്കാലത്ത് ജഗൻ അറിയണ്ട. എന്താ വന്ദന ആലോചിക്കുന്നത്? എനിക്ക് ജഗന്റെ ഒരു ഹെൽപ്പ് വേണം. പറഞ്ഞോളൂ, എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത്? ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്റെ കല്യാണം മുടക്കണം. കല്യാണം മുടക്കാനോ? എന്താ വന്ന് നീ പറയുന്നേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ അച്ഛനെ ഈ വിവാഹം ഉറപ്പിച്ചത്. അത് മുടക്കണമെന്നൊക്കെ പറയുന്നത് പാപമല്ലേ വന്ദന? എന്താ ഗൗതമിനെ വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ദയവ് ചെയ്ത് അതൊന്നും എന്നോട് ചോദിക്കരുത്. ഈ സമയത്ത് എന്നെ സഹായിക്കാൻ മനസ്സുള്ള ഒരു സുഹൃത്തിനെയാണ് എനിക്ക് വേണ്ടത്. ആ, നീ എനിക്ക് സുഹൃത്തല്ല, എന്റെ ഭാര്യ. നിന്റെ കല്യാണം മുടക്കേണ്ടത് നിന്റെ മാത്രമല്ല, എന്റെയും ആവശ്യ. ജഗൻ എന്താ ഒന്നും പറയാത്തെ? അല്ല, ഒരു കല്യാണം മുടക്കിയുടെ വേഷം കൂടി ഞാൻ കെട്ടണല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തായാലും വന്ദന ആവശ്യപ്പെട്ടതല്ലേ, കല്യാണം ഞാൻ മുടക്കിത്തരാം. അല്ല, എങ്ങനെ മുടക്കും? അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം. എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയിട്ടാണോ? മുമ്പ് ഒരുത്തനൊരു പോസ്റ്റർ ഒട്ടിച്ചു. അന്ന് അവനെ ഓടിച്ചിട്ടാ ഞാൻ അടിച്ചത്. നാടും നാട്ടുകാരൊക്കെ അറിഞ്ഞ് നാണക്കെട്ട് സ്വയം വരുത്തി വെക്കണോ? നീ എന്റെ സ്വന്തം ഭാര്യ, നീ എന്റെ പ്രാണന. നിന്നെ കുറിച്ച് ഞാൻ എങ്ങനെ അപവാദം പറയുന്നത്? ജഗനെന്തോ പറഞ്ഞല്ലോ. പറഞ്ഞു. അല്ല, ഈ വന്ദനയുടെ അമ്മ ചന്ദ്രികാമ്മയെ എനിക്ക് ജീവനാ. വന്ദനയെ കുറിച്ച് അപവാദം പറഞ്ഞ അത് ചന്ദ്രികാമ്മയ്ക്ക് സങ്കടാവില്ലേ? ചന്ദ്രികാമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നാ പറഞ്ഞത്. അങ്ങോട്ട് ചോദ്യമൊന്നും പാടില്ല എന്നാ വന്ദനയുടെ നിബന്ധന. എന്നാലും ആകാംക്ഷ കൊണ്ട് ചോദിക്കുക, എന്തുകൊണ്ടാ ഇത് വേണ്ടെന്ന് വെക്കുന്നേ? അതിപ്പോ ഈ കല്യാണം നടന്ന അതെന്റെ ദീമയുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ടാ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. മനസ്സിലായി. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം. ഈ കല്യാണം ഞാൻ മുടക്കാം. മുടങ്ങി തന്നെ സമ്മാനിച്ചോ? ഉറപ്പ്? ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.